സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ പൈസയില്ല, ഒരു വാടകയ്ക്ക് എടുത്തു തരാൻ പോലും ആ സാധുവിന്റെ കയ്യിലൊന്നുമില്ല. ഞാനും മക്കളും പട്ടിണിയാ വാപ്പ. എന്റെ അവസ്ഥ ഉപ്പായിക്ക് അറിയില്ലേ? ഉപ്പായിക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ സഹാബിക്ക് 2 വീടുണ്ട് വാപ്പ. ഒരു വീട് വെറുതെ കിടക്കാം. എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ചോദിച്ചോ, ആ സഹാബി തരുമല്ലോ, ഒന്ന് ചോദിച്ചു വാങ്ങിത്തരും. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, വാപ്പാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിക്ക് 2 വീടുണ്ടല്ലോ, ഉപ്പ ചോദിച്ചാ തരുമല്ലോ, ഉപ്പാര വല്ലാത്ത ഇഷ്ടമാണല്ലോ, ആ വീട് വെറുതെ കിടക്കുകയാണല്ലോ, ഉപ്പ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് പ്രവാചകരോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ആ സഹാബിക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചാ എന്തും തരും ആ സഹാബി. എന്റെ ഹാരിസ ചോദിച്ചാ 2 വീടും എനിക്ക് തരും. അതുകൊണ്ട് ഫാത്തിമ ഞാൻ ചോദിച്ചാ എന്തും ആ സ്വഹാബി എനിക്ക് തരും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, നബി കരയുകയാ. കല്യാണം കഴിച്ചു വിട്ട പെങ്ങന്മാര് പഠിച്ചോ, ആ മനുഷ്യൻ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നത്, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് പിന്നെയും ഉപ്പാനെ പോയി വേദനിപ്പിക്കുന്ന പെമ്മക്കള് കേട്ടോ, പിന്നെയും കുത്തുവാക്ക് പറയുന്ന പെമ്മക്കള് കേട്ടോ. ഭർത്താക്കന്മാര് പറഞ്ഞുവിടും, പോയി ചോദിക്കടേ. നാണമില്ലാതെ വീട്ടിൽ കയറി ചെന്ന് വാപ്പാനെ വേദനിപ്പിക്കുന്ന പെമ്മക്കള് കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഫാത്തിമ എന്ന പൊന്നുമോള് പോയിട്ട് പറഞ്ഞു, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയുടെ വീട് എനിക്ക് വാങ്ങിച്ചതാ വാപ്പാ. ഫാത്തിമ ബീവി ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങള് കരയുകയാ, റസൂലുള്ളാഹി തങ്ങള് കരയുകയാ. മുത്തുനബിയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ളാഹി തങ്ങള് കരയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ വാപ്പാ കരയുന്നത്? എന്റെ ഉപ്പ എന്തിനാ കരയുന്നത്? മോളെ ഫാത്തിമ, ഇതുവരെ നിങ്ങളുടെ ഉപ്പ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഇതുവരെ എന്റെ ജീവിതത്തില് ഞാൻ ഒരാളുടെ മുന്നിലും ഇന്ന് വരെ ഞാൻ കൈനീട്ടിയിട്ടില്ല ഫാത്തിമ. എനിക്ക് ലജ്ജയാ ഫാത്തിമ. എനിക്ക് ആ സഹാബിയോട് ചോദിക്കാൻ എനിക്ക് നാണം തോന്നുന്നു ഫാത്തിമ. അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട വാപ്പാ. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല, നിങ്ങൾക്ക് അവളെ മതിയല്ലോ, അവനെ മതിയല്ലോ, എല്ലാ ആമൂന് മാത്രം കൊടുത്തു, എനിക്കൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും പ്രാവിയിട്ടിറങ്ങി പോകുന്ന മക്കളല്ല ഇന്നത്തെ പെമ്മക്കള്. പടച്ചവനെ, കയ്യിലുള്ളതെല്ലാം കൊടുത്ത് വിവാഹം കഴിച്ചു വിട്ടു. എന്നിട്ട് അവസാനം ഭർത്താവിന്റെ കൂടെ ബിസിനസ് തുടങ്ങണം. വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, ഉമ്മാടെ കഴുത്തിലാകെ കിടക്കുന്നത് കിട്ടുതാലിയാ, ഉമ്മാടെ കയ്യിലൊരു വള കിടക്കുന്നുണ്ട്, അത് വന്നിട്ട് ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ പറയും, നിങ്ങൾ വെച്ചോ ഉമ്മ, നിങ്ങൾ അനുഭവിക്കും ഉമ്മ. സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്. അവസാനം കടം വാങ്ങിച്ച് മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടിയിട്ട് കൊടുക്കുന്ന പല ഉപ്പമാരും ഉമ്മമാരും, കൊടുക്കുമ്പോ നാണമില്ലാതെ വാങ്ങുന്ന മക്കളെ. റസൂലുള്ള പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ വാപ്പ ഇതുവരെ ഒരാളുടെ മുന്നിലും യാചിച്ചിട്ടില്ല, ഒരാളുടെ മുന്നിലും നിങ്ങളുടെ ഉപ്പ കൈ നീട്ടിയിട്ടില്ല. എനിക്ക് നാണമുണ്ട് മോളെ, പാല് ലജ്ജയാ, എങ്ങനാ നിങ്ങളുടെ ഉപ്പ ചോദിക്കുക? റസൂലുള്ളാഹി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു, എന്റെ ഉപ്പ ചോദിക്കരുത്, എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത്. ഞാൻ ക്ഷമിക്കാം വാപ്പാ, വീടില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നോളാം, എന്ത് ത്യാഗം വേണമെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാം. എന്റെ ഉപ്പ ആരുടെ മുന്നിലും തോക്കരുത്, എന്റെ ഉപ്പ ആരോട് ചോദിക്കണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ്. പക്ഷേ ഇതെല്ലാം വെളിയിൽ നിന്നുകൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ട്. ഇതെല്ലാം വെളിയിൽ നിന്നുകൊണ്ടൊരു സഹാബി കേൾക്കുന്നുണ്ട്. ആ സ്വഹാബി ഇറങ്ങി ഓടുകയാണ്.